അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിലാണ് നാം ഏവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഒരു ലോകത്താണ് നാം എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ബഹിരാകാശ സഞ്ചാരം ഇസ്ലാമിക വീക്ഷണം എന്ന വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. അത് കാരണത്താലാണ് ഇന്ന് ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുവാനുമൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ വിഷയത്തിലെടുക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ടോപ്പിക്ക്, എന്താണ് ബഹിരാകാശം? ബഹിരാകാശം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറത്തും ആകാശഗോളങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന ഒരു വിശാലമായൊരു സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. അപ്പോൾ ബഹിരാകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് നക്ഷത്രങ്ങളും അതുപോലെ ഗോളങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പല ഗാലക്സികളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയൊരു സ്ഥലം, നമ്മുടെ വലിയൊരു മായാലോകമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അങ്ങനൊരു സ്പേസാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. അത്രത്തോളം വ്യത്യസ്തതകൾ അതിലടങ്ങുന്നുണ്ട്. ഇനി അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ, സമുദ്രനിരപ്പിൽ നിന്നും 100 കിലോമീറ്റർ, അതായത് 62 മൈലുകൾക്കും ഉയരത്തിൽ കാർമാൻ ലൈൻ പരമ്പരാഗതമായി ബഹിരാകാശ ഉടമ്പടികളിലും ബഹിരാകാശ രേഖകളിലും സൂക്ഷിക്കുന്നത് ബഹിരാകാശത്തിൻ്റെ തുടക്കമായി ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഈ കാർമാൻ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ അവസാനവും അതായത് ബഹിരാകാശത്തിൻ്റെ തുടക്കവുമായിട്ട് പറയുന്ന ഒരു ലൈൻ, അതായത് എല്ലാത്തിനും രേഖ കാണും അതുപോലുള്ള ഒരു ലൈനാണെന്ന് പറയുന്നത് ഈ ഒരു കാർമാൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി അതിന് നമ്മൾ കറക്റ്റ് തന്നെ ചിത്രമുണ്ട് നമുക്ക്. അതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്നത്, അതിന് നമുക്കറിയാം ഒരുപാട് പാളികളുണ്ട്. അതിൽ ഫസ്റ്റ് പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ആ ഒരു പാളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 6 മീറ്റർ മുതൽ, അതായത് 6 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ എത്തുന്ന ഒരു സംഭവമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന 6 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ ഈ ഒരു ചിത്രത്തിൽ കാണാം നമുക്ക്. അതിനോട് ആ മൗണ്ടൻ്റെ പൊക്കം അതൊക്കെ ആ ഒരു സ്ഥലമാണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് എന്തുണ്ട്, സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ 50 കിലോമീറ്റർ വരെയാണ് അവിടെ എത്തുന്നത്. അതായത് 20 കിലോമീറ്റർ തൊട്ട് 50 കിലോമീറ്റർ വരെയുള്ളതാണ് ആ ഒരു പാളി. ഇനി ദെൻ അടുത്ത് വരുന്നതാണ് എന്താണ്, മെസോസ്ഫിയർ എന്ന് പറയുന്നത്. മെസോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, അതിനവിടെ നമ്മളത്തേക്കും അവിടെ 85 കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉയരം വരുന്നത്. അത്രയും ഉയരത്തിലാണ് ആ ഒരു പാളി നിലനിൽക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പാളിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു കാർമാൻ ലൈൻ എന്ന് പറയുന്നത് വരുന്നത്. അത് നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു സൈഡിലത് വരുന്നത്. ഈ ഒരു തെർമോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ തെർമോസ്ഫിയറിൻ്റെ ആ ഒരു ഫസ്റ്റ് പാളി നമുക്ക് കാണാൻ പറ്റുന്ന ലൈനുണ്ട്. ആ ലൈനിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ആ കാർമാൻ ലൈൻ എവിടെയാണുള്ളതെന്ന്. അതിൻ്റെ ആ പോർഷനിൽ വെച്ചാണ് ഉപഗ്രഹങ്ങളായിക്കോട്ടെ അതുപോലെ സാറ്റലൈറ്റുകളായിക്കോട്ടെ ഒക്കെ ആ ഒരു പോർഷനിലാണ് കറക്റ്റ് വരുന്നതും ഒക്കെ. അതിൻ്റെ നമ്മുടെ ലാസ്റ്റ് പാളിയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ആ ലാസ്റ്റ് പാളി അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് അവിടെ എക്സോസ്ഫിയറിൻ്റെ സ്ഥാനത്ത് അവിടെ കാണാൻ പറ്റും. അവിടെ ആയിരിക്കും നമ്മുടെ ബഹിരാകാശ സഞ്ചാരവും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നതും ഈ ഒരു ഇതിനകത്തായിരിക്കും. ഇനി അടുത്ത നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. അതെന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ കണ്ടെത്തലായിട്ട് കൊണ്ടുവന്നതാണ് ആൻഡ്രോമിഡ എന്നുള്ള സംഭവം. ആൻഡ്രോമിഡ ഗാലക്സി എന്നാണ് എൻ്റെ ഫുൾ നെയിം വരുന്നത്. ഇതെന്ന് പറയുന്നത് സത്യത്തിൽ വരികയാണെങ്കിൽ അതൊരു സർക്കിൾ രീതിയിൽ വരുന്ന ഒരു സംഭവമാണ്. നിറയെ താരാപഥങ്ങൾ ഉൾപ്പെടുന്ന 25 ദശലക്ഷം പ്രകാശ വർഷങ്ങളുടെ ദൂരമുള്ള ഒരു വസ്തുവാണ്. നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു പ്രതിഭാസമാണെന്ന് പറയുന്നത് ആൻഡ്രോമിഡ എന്ന് പറയുന്നത്. ഇതൊരു പാളിയായിട്ട് നമ്മൾ വിവരിക്കുന്നുണ്ട്. ഇതിലൊരു പ്രകാശവർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 10 കോടിക്ക് മുകളിൽ സംഖ്യ വരുന്ന അത്രത്തോളമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രകാശവർഷത്തിനേക്കാൾ കൂടുതലാണെന്ന് പറയുന്നത് 25 പ്രകാശവർഷം എന്നാണ് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബഹിരാകാശത്തിൽ ഉൾപ്പെടുന്ന ലോക്കൽ ഗ്രൂപ്പുകളിൽ ഏറ്റവും വലിയ താരാപഥമാണ് ആൻഡ്രോമിഡ എന്ന് പറയുന്നത്. ഇനി 30ഓളം ചെറിയ താരാപഥങ്ങളുടെ ഒരു കൂട്ടമാണ് ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞവയെല്ലാം തന്നെ നമുക്ക് ഇനിയും ബ്രീഫായിട്ട് പഠിക്കാനുണ്ട്. ബഹിരാകാശ ശാസ്ത്രം.
ബഹിരാകാശ ശാസ്ത്രത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ ബഹിരാകാശത്തെ ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഇന്നീ ലോകത്ത് ബഹിരാകാശത്തെ ശാസ്ത്രീയപരമായി ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇനി ഭാവിയിൽ ധാരാളം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ ശാസ്ത്ര പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വ്യക്തികളും ബഹിരാകാശത്തെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ബഹിരാകാശത്തെ ശാസ്ത്രീയപരമായി സമീപിക്കുമ്പോൾ ഇസ്ലാമിക വീക്ഷണങ്ങളോട് തികച്ചും എതിരായിട്ടാണ് ഈ ബഹിരാകാശം നിലനിൽക്കുന്നത്. ബഹിരാകാശ ശാസ്ത്രം നിലനിൽക്കുന്നത്. ഇതിൽ 4 പോയിന്റുകൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ബാങ് തിയറി നമുക്ക് കാണാനാകും. ഈ ബിഗ് ബാങ് തിയറിയുടെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ഉണ്ടായത് ഒരു ഗ്രേറ്റ് എക്സ്പ്ലോഷൻ വഴി എന്നാണ് അവർ പരാമർശിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് തികച്ചും തെറ്റാണ്. ഈ ബിഗ് ബാങ് തിയറി പറ്റി കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാം 1608 ഹാൻസ് ലിപ്പർസി എന്ന ഒരു ശാസ്ത്രജ്ഞൻ ഒരു ഉപകരണം കണ്ടെത്തുകയുണ്ടായി. ആ ഉപകരണം 3 മടങ്ങ് നമ്മളെ ഒരു വസ്തു കാണാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1609 ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു. അദ്ദേഹം ആ ടെലിസ്കോപ്പ് കൊണ്ട് ധാരാളം പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ അദ്ദേഹം പറയുകയുണ്ടായി, ആകാശത്ത് നമ്മൾ കാണുന്നത് നക്ഷത്രങ്ങളെ മാത്രമല്ല അതിനുള്ള പ്ലാനറ്റുകളും അടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹത്തെ പ്രസ്താവന എല്ലാവരും അംഗീകരിക്കുകയും തുടർന്ന് അദ്ദേഹം വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിയല്ല അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നത്, സൂര്യനെയാണ് എല്ലാ ഗ്രഹങ്ങളും വലയം വെക്കുന്നതെന്ന്. എന്നാൽ ആളുകൾ അതിനെ തെറ്റായി കാണുകയും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ജയിലിൽ കിടന്ന് മരണപ്പെട്ടു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററി എന്നൊരു ഒബ്സർവേറ്ററി സ്ഥാപിതമാവുകയും ബഹിരാകാശത്തെ പറ്റിയുള്ള പഠനങ്ങൾ അധികരിക്കുകയും ചെയ്തു. അങ്ങനെ ജോർജ് എല്ലറി ഗഹേൽ എന്നൊരു ശാസ്ത്രജ്ഞൻ വരികയും അദ്ദേഹം ലോകത്ത് ഇന്നേവരെ കണ്ടുപിടിക്കാത്ത ഏറ്റവും രഹസ്യമായൊരു സംഭവം പുറത്തുവരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം പരീക്ഷണം നടത്തി. യൂണിവേഴ്സിൽ ഒരു ഗാലക്സി എന്ന ഒരു സംഭവം അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നാൽ ആ ഗാലക്സികളെ അദ്ദേഹം സൂക്ഷ്മമായി പരീക്ഷിച്ചപ്പോൾ അതിൽ തിളക്കമേറിയ മേഘങ്ങളെ അദ്ദേഹം കണ്ടു. സ്പൈറൽ ഷേപ്പുകളിലും റൗണ്ട് ഷേപ്പുകളിലും ഒരു ഷേപ്പ് ഇല്ലാതെയും അദ്ദേഹം പല മേഘങ്ങളെ കണ്ടു. അങ്ങനെ അദ്ദേഹം വീണ്ടും പരീക്ഷണം നടത്തി അദ്ദേഹം കണ്ടുപിടിച്ചു, ഈ ഗാലക്സികൾ ഓരോന്നും ഭൂമിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാലക്സികൾ എത്ര പ്രകാശവർഷം അകലെയാണോ അതിനനുസരിച്ച് ഇത് വീണ്ടും അകന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. അങ്ങനെ അദ്ദേഹം പല ഗാലക്സികളെയും വീക്ഷിക്കുകയും അതിൽ നിന്ന് അദ്ദേഹം ഇതേ പ്രവർത്തനത്തെ സമീപിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചു, ഒരു സംഭവത്തിന് ഒരു എക്സ്പാൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതൊരു കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കണം. അക്കാരണത്താൽ ഈ പ്രപഞ്ചം എന്നത് വികസിക്കാൻ കാരണം അത് ചുരുങ്ങിയ ഒരു വസ്തുവിൽ നിന്നും ഉണ്ടായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റ് എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ലോകം ഉണ്ടായതെന്നും. അങ്ങനെ അദ്ദേഹം ആ തിയറിയെ പ്രസ്താവിക്കുകയും ലോകം ആ തിയറി അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല ധാരാളം പ്രോട്ടോണുകൾ കൂടി ചേർന്ന ഒരു വിസ്ഫോടനം ഉണ്ടായിട്ടാണ് ഈ ബിഗ് ബാങ് തിയറിയുടെ പിന്നിൽ എന്ന് അവർ പറഞ്ഞു. ഈ ഭൂമി ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് രൂപിതമായെന്ന് അവർ പല ഉദാഹരണങ്ങളും വഴികാട്ടി പറയുകയുണ്ടായി. എന്നാൽ നമ്മുടെ ഇസ്ലാമിക വീക്ഷണങ്ങളോട് തികച്ചും എതിരാണ്. കാരണം നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഏറ്റവും വലിയൊരു സൃഷ്ടിയായിട്ടാണ് നമ്മൾ ഭൂമിയെ കണക്കാക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പോയിന്റിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്കറിയാം ബഹിരാകാശ നിലയത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ ഇന്നും 400 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ 15 രാജ്യങ്ങൾ കൂടി ചേർന്നുണ്ടാക്കിയ ബഹിരാകാശ നിലയം നമ്മുടെ ഭ്രമണപഥത്തെ വലയം ചെയ്യുന്നുണ്ട്. 28,000 കിലോമീറ്റർ വേഗതയിലാണ് ഇത് ഭൂമിയെ വലയം ചെയ്യുന്നത്. ഏകദേശം 90 മിനിറ്റ് കൊണ്ട് ഒരു വട്ടം നമ്മുടെ ഭൂമിയെ ഇതിനെ വലയം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ബഹിരാകാശ നിലയത്തിലെ ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കുന്നത് ബഹിരാകാശ സഞ്ചാരികളാണ്. അവരാണ് ഇതിലെ താമസക്കാർ എന്ന് നമുക്ക് സൂചിപ്പിക്കാനാകും. ഇതിൽ 6 സ്ലീപ്പിംഗ് സ്റ്റേഷനുകൾ, ഭൂമിയെ സസൂക്ഷ്മം വീക്ഷിക്കാനായി കുപ്പോള, മാത്രമല്ല ടോയ്ലറ്റ് സംവിധാനങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ നടന്നാൽ അതിനായുള്ള മീറ്റിംഗ് സ്പേസ് ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കറിയാം ബഹിരാകാശത്ത് ഗുരുത്വാകർഷ ബലം വളരെ കുറവായ കാരണത്താൽ നമ്മുടെ എല്ലുകൾക്ക് ബലക്ഷയം വരാൻ സാധ്യതയുണ്ട്. ഇതിനെ തടയുവാനായി ഇതിലൊരു കൃത്യമായ എക്സസൈസിങ് സ്പേസ് ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന എനർജി എന്നത് സോളാർ എനർജിയാണ്. മറ്റൊരു പോയിന്റാണ് ബഹിരാകാശ സഞ്ചാര വാഹനങ്ങൾ. ഈ ബഹിരാകാശ സഞ്ചാര വാഹനങ്ങളെ പറ്റി പരാമർശിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് എത്താൻ ധാരാളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിരുന്നു പാർക്കർ സോളാർ പ്രോബ് എന്ന് നമുക്ക് പരാമർശിക്കാം. മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് വെഹിക്കിൾ എന്ന് നമുക്കിതിനെ പരാമർശിക്കാനാകും. കാരണം 69,000 km/h ഇത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ പ്രകാശ വേഗതയേക്കാൾ നമുക്ക് സഞ്ചരിക്കാനാവുകയില്ല എന്ന് പറഞ്ഞെങ്കിലും നാസ ഇപ്പോൾ രൂപകൽപ്പന ചെയ്യുന്ന വ്രാഡ് ടൈപ്പ് സ്പേസ് ഷട്ടിൽ, കൂടാതെ ചന്ദ്രയാൻ, സ്പുട്നിക് 1 എന്ന ക്യാമറകൾ ഇല്ലാത്ത
സാറ്റലൈറ്റ്, PSLV-2 സാറ്റലൈറ്റ് എന്നിവ നമ്മുടെ ഈ ബഹിരാകാശ സഞ്ചാരത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ. മറ്റൊരു പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസ് ടൈമിന് കാണാൻ സാധിക്കും. ഈ സ്പേസ് ടൈമിനെ പറ്റി പരാമർശിക്കുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭൂമിയും മറ്റൊരു പ്ലാനറ്റും തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ്. ഉദാഹരണത്തിന് ഒരു ചിട്ടകളിൽ ഒരാളെ ബഹിരാകാശ സഞ്ചാരത്തിനും മറ്റൊരാളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും നിർത്തുമെന്ന് കരുതുക. എന്നാൽ ഈ ബഹിരാകാശത്തിനായി തിരഞ്ഞെടുത്ത വ്യക്തി ബഹിരാകാശത്ത് പോയി വരുമ്പോൾ ഈ ഭൂമിയിൽ താമസിച്ച വ്യക്തിയേക്കാൾ അദ്ദേഹത്തിന് തികച്ചും പ്രായം കുറവായിരിക്കും. ഉദാഹരണത്തിന് ആൽഫ സെഞ്ചുറി എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ ഏകദേശം 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് പോകാം. തിരിച്ചും 5 വർഷം കൊണ്ട് അദ്ദേഹത്തിന് മടങ്ങി വരാം. എന്നാൽ ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന് 20 വയസ്സാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അതേ ഇരട്ടയ്ക്ക് ഏകദേശം 16 വയസ്സായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. ഇത് നമ്മുടെ സ്പേസ് ടൈം എന്ന ആശയത്തോട് യോജിച്ച് നോക്കുമ്പോഴാണ്. ഇത് ഐൻസ്റ്റീനിൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ബഹിരാകാശ പഠനങ്ങൾ സംബന്ധിച്ച് ഇനിയും ധാരാളം കാര്യങ്ങൾ നാം ചർച്ച ചെയ്യാത്തതായുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബഹിരാകാശ ശാസ്ത്രത്തെ പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇസ്ലാമിൽ ബഹിരാകാശ സഞ്ചാരം എന്താണെന്നുള്ളത്. നമുക്കറിയാം ഈ ഒരു കണ്ടംപററി വേൾഡിൽ ബഹിരാകാശ സഞ്ചാരം വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം ധാരാളം സഞ്ചാരികൾ ഇന്നും അതിനായി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു കാലത്തിലും ബഹിരാകാശ സഞ്ചാരം ഇസ്ലാമിക വീക്ഷണത്തിൽ എങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയൊരു സൃഷ്ടിയാണ് ആകാശവും ഭൂമിയും. അത് ഖുർആനിൽ തന്നെ അതിനെപ്പറ്റി വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തെ പഠിക്കാൻ ഇസ്ലാമിക സിദ്ധാന്തങ്ങളിൽ ധാരാളം പ്രോത്സാഹനങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നവയാണ്. നമുക്കറിയാം ഇസ്രാ മഅറാജ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും മികച്ച ഒരു എക്സാമ്പിളായി നമുക്ക് കണക്കാക്കാം. ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ടുള്ള സഞ്ചാരികളിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇസ്ലാം മതത്തിൽ നിന്നുള്ളവ. എന്നാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ധാരാളം മസലകളും ധാരാളം സംശയ നിവാരണങ്ങളും ഈ ബഹിരാകാശ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കുകയാണ്. തുടർന്നുള്ള ചർച്ചകൾ നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇസ്ലാമിക ബഹിരാകാശ സഞ്ചാരം ഇസ്ലാമിൽ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ആധുനിക ലോകം അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ ശാസ്ത്രവും ഈ ആധുനിക ലോകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നാലും ബഹിരാകാശ സഞ്ചാരികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഇന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നമുക്കത് നിരവധി മേഖലകളിൽ ബഹിരാകാശ സഞ്ചാരികളുടെ അനുഭവങ്ങൾ, അവരുടെ അനുഭവക്കുറിപ്പുകളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഗ്രാവിറ്റിയുടെ കുറവ് കാരണം മസിൽസിനും ബോൺസിനും ഉണ്ടാകുന്ന ബലഹീനത, ഇത് ബഹിരാകാശ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായ ഒന്നാണ്. ഇനി അടുത്തതായി നോക്കിയാൽ റേഡിയേഷൻ മൂലമുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ. ഭൂമിയിൽ കോസ്മിക് റേസ് മൂലമുണ്ടാകുന്ന റേഡിയേഷനെ തടുക്കാൻ ഒരു കാന്തിക വലയമുണ്ട്. എന്നാൽ ബഹിരാകാശത്ത് ഈ കാന്തിക വലയത്തിൻ്റെ അഭാവം മൂലം ക്യാൻസർ പോലെ തന്നെ മാരകമായ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു. ഇനി എടുത്തു പറയുകയാണെങ്കിൽ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലത്തെ മെൻ്റൽ പരമായ രോഗങ്ങൾക്കും ബഹിരാകാശ സഞ്ചാരികൾ വിധേയമാകുന്നുണ്ട്. ഈ പറഞ്ഞതെല്ലാം പൊതുവെ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും നേരിടുന്ന പ്രതിസന്ധികളാണ്. ഇനി ബഹിരാകാശ സഞ്ചാരി ഒരു മുസ്ലിം ആണെങ്കിൽ അവനോ അവളോ നേരിടുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിസ്കാരം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നോമ്പ് നമ്മളവിടെ വീട്ടുന്നത് എങ്ങനെയായിരിക്കണം, അവിടെ ഖളാ വീട്ടണോ, എന്താണ് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. 1961 മുതൽ 500-ലധികം ആളുകൾ ബഹിരാകാശത്ത് പോകുന്നുണ്ട്. അവൽ 9 പേര് മാത്രമാണ് മുസ്ലിംസ് പോകുന്നുള്ളൂ. ഇനി ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കാം, അതാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബഹിരാകാശ നിലയത്തിൽ ഒരു മുസ്ലിം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാം? ബഹിരാകാശ യാത്ര മുസ്ലിമുകൾക്ക് രസകരമായ നിരവധി വെല്ലുവിളികൾ സൃഷ്ടിക്കും. കാരണം വെച്ചാൽ ചില പൊതുവായ അല്ലെങ്കിൽ ഇസ്ലാമിക ആചാരങ്ങൾ ഭൂമിയിലെ ഭൂമിശാസ്ത്രപരമായോ അല്ലെങ്കിൽ ഗോളങ്ങളുടെ ഭ്രമണപഥവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എടുത്ത് നോക്കിയാൽ ഇവിടെ മുസ്ലിംസ് നമ്മൾ മക്ക അഭിമുഖീകരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ മണിക്കൂറിൽ
ഈ ഭൂമി ഏകദേശം പേടകം 17,400 മൈൽ വേഗത്തിൽ ഭൂമിയെ ചുറ്റുമ്പോൾ മക്ക പേടകത്തിന് താഴെ അതിവേഗമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് കിബിലയെ നമ്മൾ ഫേസ് ചെയ്യും, എങ്ങോട്ടാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നത് ചിലതിൽ നമ്മൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും. ഭൂമിയിൽ നാം 5 വഖ്ത് നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയെ ചുറ്റുമ്പോൾ ഓരോ 90 മിനിറ്റിലും സൂര്യോദയവും സൂര്യാസ്തമയവും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 90 പ്രാവശ്യവും അവർ നിസ്കരിക്കേണ്ടതുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു മണ്ടത്തരം തന്നെയാണ്. ഇതിൻ്റെ കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഇനി റമദാൻ മാസം നോമ്പ് പിടിക്കുന്നത് പല ബഹിരാകാശ സഞ്ചാരികളും നോമ്പിനെ സാധാരണയായി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ഗ്രാവിറ്റിയുടെ കുറവ് കാരണം അവരുടെ മസിൽസിനും ബോൺസിനും ഉണ്ടാകുന്ന ബലഹീനത ഇവർക്ക് നോമ്പ് പിടിക്കാനുള്ള അവസരം ഒരുക്കുന്നില്ല. അതിനാൽ പല ബഹിരാകാശ സഞ്ചാരികളും നോമ്പിനെ ഖളാ വീട്ടാറാണുള്ളത്. ഓരോ മുസ്ലിംസും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ തന്നെയാണ്. ഒരിക്കലും നമുക്ക് നിസ്കാരത്തിനെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം ഇസ്ലാമിൽ പറയുന്നുണ്ട്, നിന്ന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കാനോ കഴിവില്ലാത്തവൻ അവൻ്റെ കൽബ് കൊണ്ടെങ്കിലും നിസ്കരിക്കുക എന്ന്. അതിനാൽ നമസ്കാരം ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അപ്പോൾ നമ്മുടെ നമസ്കാര നിർവഹണം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അംഗശുദ്ധി വരുത്തുന്നത് എങ്ങനെ ആയിരിക്കണം, സമയനിർണ്ണയം എങ്ങനെ ആയിരിക്കണം, കിബിലയെ നിർണ്ണയിക്കുന്നത് എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഭൂമിയിൽ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 വഖ്താണ് നിസ്കരിക്കുന്നത്. എന്നാൽ ബഹിരാകാശത്ത് 90 മിനിറ്റിലും സൂര്യോദയം അല്ലെങ്കിൽ സൂര്യാസ്തമയം നടക്കുമ്പോൾ എപ്പോൾ നിസ്കരിക്കണം അല്ലെങ്കിൽ എപ്പോഴായിരിക്കണം സമയമാവുന്നതെന്ന് നമുക്ക് സംശയമുണ്ടാവും. അപ്പോൾ നാം എവിടെ നിന്നാണോ, അപ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ എവിടെ നിന്നാണോ യാത്ര ചെയ്യുന്നത് ആ ഒരു സമയ നിർണ്ണയത്തിലായിരിക്കണം നിസ്കരിക്കേണ്ടത്. ഇനി അടുത്തത് അംഗശുദ്ധി വരുത്തൽ. അതായത് എങ്ങനെ ആയിരിക്കണം വുളു എടുക്കേണ്ടത്. ഭൂമിയിൽ നാം വെള്ളം ഉപയോഗിച്ച് വുളു എടുക്കും. എന്നാൽ ഒരിക്കലും ബഹിരാകാശത്ത് അതിന് നമുക്ക് സാധ്യമാവുകയില്ല. വെള്ളം ഇങ്ങനെ പരന്നു നടക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് സാധ്യമാകുന്നത് തയമ്മും ചെയ്യലാണ്. പേടകത്തിനുള്ളിലെ ആ ചുമരിൽ നമ്മൾ എന്ത് ചെയ്യണം, തയമ്മും ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ തയമ്മും ചെയ്യുന്ന പോലെ തന്നെ കൊട്ടിയതിന് ശേഷം നമ്മുടെ മുഖത്തിനെ തടവുക. പിന്നെ അതിന് ശേഷം അതുപോലെ തന്നെ പിന്നെയും കൊട്ടിയതിന് ശേഷം നമ്മുടെ കൈയിനെ തടവുക. അങ്ങനെ നമ്മുടെ തയമ്മുമിനെ പൂർത്തീകരിക്കേണ്ടതാണ്. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ കിബിലയെ നിർണ്ണയിക്കാം. അപ്പോൾ പലർക്കും ഇത് സംശയം ഉണ്ടായിരിക്കും. കാരണം ബഹിരാകാശത്ത് നിന്ന് എങ്ങനെ നമ്മൾ നമ്മുടെ കിബിലയെ നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കിബിലയെ നിർണ്ണയിക്കേണ്ടത് ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് മക്കയെ കാണുവാൻ സാധിക്കുകയാണ് എങ്കിൽ മക്കയ്ക്ക് അഭിമുഖീകരിച്ച് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. ഇനി അഥവാ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, അങ്ങനെയാണ് എങ്കിൽ ഭൂമിയെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ നിസ്കരിക്കുക. ഇതാണ് നമ്മൾ കിബിലയെ നിർണ്ണയിക്കുക. ഇനി അടുത്തത് നമസ്കാര നിർവഹണം എങ്ങനെയായിരിക്കണം എന്നതാണ്. അപ്പോൾ ഭൂമിയെപ്പോലെ നമ്മുടെ കാലുറച്ച് നിൽക്കാത്ത കാരണത്താൽ തന്നെ ബഹിരാകാശത്ത് നമ്മൾ കുറച്ച് മുൻകൂർ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ നടുവിനെയോ അല്ലെങ്കിൽ നമ്മുടെ കാലിനെയോ പേടകത്തിനുള്ളിലെ ചുമരുമായിട്ട് എന്ത് ചെയ്യണം, ബന്ധിപ്പിക്കണം. ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് നമ്മൾ ഫ്ലോട്ട് ചെയ്ത് നമ്മളെ സംരക്ഷിക്കും. അങ്ങനെ നാം നിയത്തി വെച്ചിട്ട് നിസ്കാരത്തിലേക്ക് കടക്കുക. റുക്കോയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കുനിയുന്നത്, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുഞ്ഞാൽ മതി. റുക്കോയിലേക്ക് നമ്മൾ എത്ര കുഞ്ഞോ അതിനേക്കാൾ ഒരു പടിയും കൂടെ മാത്രം എന്ത് ചെയ്താൽ മതി, സുജൂദിലേക്കും കുഞ്ഞാൽ മതി. കാരണം നമുക്കൊരിക്കലും നമ്മളെ ബന്ധിപ്പിച്ച് നിർത്തിയതാൽ തന്നെ കൂടുതൽ കുനിയാനോ നമുക്ക് പറ്റുകയില്ല. അപ്പോൾ ആ ഒരു പരിധി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു പരിധിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നിസ്കരിക്കുക. മലേഷ്യൻ ഇമാമിങ്ങൾ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എ ഗൈഡ് ലൈൻ ഓഫ് പെർഫോമിംഗ് ഇബാദ അറ്റ് ദ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇതെല്ലാമാണ് നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ആദ്യ ബഹിരാകാശ സഞ്ചാരിയും യുദ്ധവിമാന പൈലറ്റുമായ സൗദി അറേബ്യ രാജകുമാരൻ സുൽത്താൻ ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് തൻ്റെ ന്യൂസ് റിപ്പോർട്ടിൽ തൻ്റെ അനുഭവക്കുറിപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, റമദാൻ മാസത്തിൽ അദ്ദേഹം നോമ്പ് പിടിക്കുന്നില്ല എന്ന് അദ്ദേഹം ആദ്യമേ തീരുമാനിച്ച കാര്യമായിരുന്നു. പിന്നീട് തൻ്റെ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം ചെറിയൊരു പോക്കറ്റ് മുസ്ഹഫ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹം തനിക്ക് പറ്റുന്നതായ രീതിയിൽ
സജദയുടെ സുജൂദ് ചെയ്യുകയുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ സജദയുടെ സുജൂദ് ചെയ്തത് അദ്ദേഹം തൻ്റെ കാലുകൾ തറയിൽ ബന്ധിപ്പിച്ച് വെച്ചായിരുന്നു അദ്ദേഹം സജദയുടെ സുജൂദ് ചെയ്തിരുന്നത്. ഇനി അടുത്തത്, ഒരു ബഹിരാകാശ സഞ്ചാരികൾക്ക് താൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ അല്ലെങ്കിൽ ഹറാമാണോ എന്നതിൽ ഒരു സംശയമുണ്ടായാൽ തൻ്റെ വിശപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഹലാലെന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, അത് ഭക്ഷിക്കാവുന്നതാണ്. ബഹിരാകാശ സഞ്ചാരവും ഖുർആനും. നമുക്കറിയാം, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കലാമായ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഭാഷാ നൈപുണ്യത്തിലും അതുപോലെ തന്നെ ആശയ സമ്പുഷ്ടതയിലും ഖുർആനെ മറികടന്ന് ഒരു ഗ്രന്ഥവും പുറപ്പെടുത്തിയിട്ടില്ല. ഖുർആനിക അറിവുകളെ കവച്ച് വെച്ച് ഒരു ഗ്രന്ഥവും ഇന്നുവരെയും ഒരു സൃഷ്ടിക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ പല കാര്യങ്ങളെയും അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് നിരവധി തവണ അള്ളാഹു താല പറയുന്നു. പലയിടങ്ങളിൽ പല ആയത്തുകളിലും സൂറത്തുകളിലുമായി അള്ളാഹു താല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു താല മനുഷ്യനെ അവരുടെ ബുദ്ധി കൊണ്ടാണ് മറ്റു ജന്തുജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, രാവിനെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങളുടെ സേവനത്തിനായി ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പന അനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ്. ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ഇത് തീർച്ചയായും പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. 21-ാം അധ്യായം 34-ാം വാക്യം. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അവൻ്റെ നിഅമത്തുകളെ കണ്ടെത്താനാണ്, അതുപോലെ തന്നെ അവന് ഇബാദത്ത് ചെയ്യാനും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ പല കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ ബഹിരാകാശ സഞ്ചാരം എന്നുള്ളത്. നമ്മുടെ കാഴ്ചകൾക്കും കേൾവികൾക്കും അപ്പുറമാണ് ബഹിരാകാശം. മനുഷ്യന് ഇന്നും കണ്ടെത്താനാകാത്ത അവനെ ആശ്ചര്യപ്പെടുത്തുന്നതായ കുറേയേറെ കാര്യങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ ഇന്നും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദത്തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖ്. തീർച്ചയായും നിങ്ങൾ വാഹനങ്ങളേറി ഓരോ മണ്ഡലങ്ങൾ താണ്ടി സഞ്ചരിക്കുക തന്നെ ചെയ്യും. ഇതിലെ അവസാനമായി പറയുന്ന നിങ്ങൾ വാഹനങ്ങളേറി ഓരോ മണ്ഡലങ്ങൾ താണ്ടി സഞ്ചരിക്കുക തന്നെ ചെയ്യും എന്ന വാക്യം ഈ ബഹിരാകാശത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയ ഈ ആധുനിക കാലത്ത് വളരെയേറെ പ്രാസക്തി അർഹിക്കുന്ന ഒന്നാണ്. ഖുർആനിൽ ആകാശത്തെയും അതുപോലെ തന്നെ മറ്റു അത്ഭുതങ്ങളെ പറ്റിയും പലയിടങ്ങളിലായി പറയുന്നു. 1. ആകാശത്തെയും ഭൂമിയെയും വേർതിരിച്ച സൃഷ്ടി. ആകാശവും ഭൂമിയും ഒരേ ഘടനയിലായിരുന്നു, പിന്നെ അവയെ വേർതിരിച്ചു. ഇവിടെ പരാമർശിക്കുന്ന ആകാശവും ഭൂമിയും വേർതിരിവാക്കിയതിൻ്റെ ആശയം നമ്മുടെ സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലുള്ള ബിഗ് ബാങ് സിദ്ധാന്തം പറയുന്ന പ്രാരംഭ ഘടനയുടെ സാദൃശ്യമുണ്ടെന്നാണ് അഭിപ്രായം. രണ്ടാമതായി പറയുന്നു ആകാശത്തിൻ്റെ പരിധി. ജിന്നിനും മനുഷ്യനും ഒരു പരിധി കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് അനുമതിയും ശക്തിയും ആവശ്യമാണ്. 58-ാം അധ്യായം 33-ാം വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിധി എന്നത് ഭൂമിയുടെ ആകർഷണ ശക്തി അഥവാ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ അതിരുകൾ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എന്ന് കരുതപ്പെടുന്നു. ബഹിരാകാശ സഞ്ചാരത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഈ അതിരുകൾ കടന്നു പോവുകയാണ് ശാസ്ത്രജ്ഞർ ചെയ്തിട്ടുള്ളത്. എന്നാൽ 7 ആകാശങ്ങളും 5 പാളികളും കടന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത പല അത്ഭുതങ്ങളും കണ്ട ഒരേയൊരു വ്യക്തിയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രാ മിഅ്റാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാപ്രയാണം അല്ലാഹു തആലയിൽ നിന്ന് നബിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ആദരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗവും അതുപോലെ തന്നെ പ്രിയ പത്നി ഖദീജ ബീബിയുടെ വിയോഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. ഇവ രണ്ടിനും പുറമെ ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ദുഃഖത്തിലാഴ്ത്തി. ആ സമയം അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കാനായി അവൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയും ആ യാത്രയ്ക്കാണ് ഇസ്രാ മിഅ്റാജ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയും ചെയ്തത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള യാത്രയ്ക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. മസ്ജിദുൽ ഹറമിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബുറാഖ് എന്ന വാഹനത്തിലേറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം മുറിച്ച് അതിൽ വിജ്ഞാനം നിറയ്ക്കുകയും ചെയ്തു. ഇത് നബിയുടെ 2ാമത്തെ വട്ടമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്.
പിന്നീട് അവിടെ വെച്ച് മുൻ നബിമാർക്ക് ഇമാമായിക്കൊണ്ട് നിസ്കരിക്കുകയും അവിടെ നിന്ന് ബുറാക്കിലേറിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമുമായിട്ട് 7 ആകാശത്തേക്ക് കയറുകയും ചെയ്ത ആ ആകാശയാത്രയ്ക്കാണ് മിഅ്റാജ് എന്ന് പറയപ്പെടുന്നത്. ആകാശങ്ങളേറി ചെന്നപ്പോൾ 1-ാം ആകാശത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാമിനെയും 2-ാം ആകാശത്ത് വെച്ച് ഈസാ നബിയും യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിയും അതുപോലെ തന്നെ 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബിയെയും 5-ാം ആകാശത്ത് വെച്ച് ഹാറൂൻ നബിയെയും 6-ാം ആകാശത്ത് വെച്ച് മൂസാ നബിയെയും 7-ാം ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടി. അതുപോലെ തന്നെ മിഅ്റാജിൻ്റെ യാത്രക്കിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതായ, അതായത് സാധാരണ മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്തതായ പല കാര്യങ്ങൾ കണ്ടത്. സ്വർഗവും നരകവും അതുപോലെ തന്നെ നരകത്തിൽ ഉണ്ടാകുന്ന ശിക്ഷകളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് കാണുകയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്റത്തുൽ മുന്തഹയിലേക്ക് കൊണ്ടുപോവുകയും, സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും നാമങ്ങൾ എഴുതി വെച്ച ഒരു വൻ വൃക്ഷമാണ്. ആ വൃക്ഷത്തിൽ ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ ജന്തുജാലങ്ങളുടെയും എല്ലാ മനുഷ്യന്മാരുടെയും നാമങ്ങൾ എഴുതി വെച്ചതുമായ ആ വൃക്ഷത്തെ സന്ദർശിക്കുകയും അവിടെ നിന്ന് അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിനായി പിന്നീട് ഉയർത്തുകയും ചെയ്തു. അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയെ കാണുകയും സംസാരിക്കുകയും നബിയുടെ ഉമ്മത്തിനായി 50 വഖത്ത് നിസ്കാരം സമ്മാനമായി നൽകുകയും പിന്നീട് അത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഇടപെടലോടുകൂടി 5ആയി ചുരുക്കുകയും ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അവസാന കൺക്ലൂഷൻ ഭാഗത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് പോയിന്റുകളൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ മൊത്തത്തിലൊരു ആകത്തുകയിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ടാവും, ഒരു പർപ്പസ് ഉണ്ടാവും. എന്താണ് ഈ ബഹിരാകാശ സഞ്ചാരം, ഇസ്ലാമിക വീക്ഷണം എന്ന ഈ ഒരു വിഷയത്തിൻ്റെ പർപ്പസ് എന്നാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കണം, 1300 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ബഹിരാകാശ സഞ്ചാരം എന്ന മേഖലയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആകാശഭൂമികളെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു, നിങ്ങൾ വാഹനങ്ങൾ കയറി പൊയ്ക്കൊള്ളുക എന്നുള്ളത്. അതിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സഞ്ചരിച്ച് എൻ്റെ നിഅമത്തുകളെ മനസ്സിലാക്കുക എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു തന്നിട്ടുള്ള നമ്മുടെ ഓരോ സൃഷ്ടികൾക്കും എന്തുണ്ട്, ഓരോ റീസണുകളുണ്ട്. എന്താണ് നമ്മൾ ഈ ഒരു അല്ലാഹു തന്ന നമ്മുടെ ഈ ഒരു ബുദ്ധി ഉപയോഗിച്ച് നാം കണ്ടുപിടിച്ച ഈ ഒരു സാധനങ്ങളുടെയൊക്കെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പോർഷനാണ് അള്ളാഹ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെയൊക്കെ പടച്ചത്, നമ്മളെയൊക്കെ പടച്ചതൊക്കെ എന്തിനാണ്? അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യനെ കൂടുതൽ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ആ മനുഷ്യനെ കൂടുതൽ അറിയുമ്പോഴാണ്. ഈ ഒരു ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് കാണാൻ മനസ്സിലാക്കാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അറിയാതെ നാം അനുഗ്രഹങ്ങൾ അറിയാൻ നാം ബാധ്യസ്ഥനാണെന്നുള്ളത്. അത് തന്നെയാണ് സത്യവും. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ സൃഷ്ടികളിലേക്കാണ് നോക്കേണ്ടത്. അള്ളാഹിൻ്റെ സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹ് എത്രത്തോളം മഹനീയനാണെന്നുള്ളത്. കാരണം ആകാശഭൂമി എന്ന് പറയുന്ന അള്ളാഹിൻ്റെ ഏറ്റവും വലിയ നിഅമത്തായിട്ട് നമുക്ക് പറയാം. ഇന്നും കണ്ടുപിടിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ബഹിരാകാശവും ഭൂമിയൊക്കെ. നമുക്കൊരിക്കലും അതിനെ നിർവചിക്കാൻ ഒരിക്കലും ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് സാധിച്ചിട്ടില്ല. ഇനി നമുക്കറിയാൻ പറ്റും, അല്ലാഹു തആല നമ്മുടെ നിഅമത്താക്കുന്ന ഈ ഒരു ബഹിരാകാശം അല്ലെങ്കിൽ ഈ ഒരു ഭൂമി എന്നുള്ളതിൽ നിന്നും ഒരുപാട് ആൾക്കാർ പഠനങ്ങൾ നടത്തി ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇന്നും കണ്ടുപിടിക്കാത്ത എത്രയോ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പണ്ട് 1300 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചന്ദ്രനെ 2ആയി പിളർത്തിയിട്ടുണ്ട് എന്ന്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം എന്ത് ചെയ്തു? ശാസ്ത്രലോകം കണ്ടുപിടിച്ചു ചന്ദ്രനിൽ എന്തുണ്ട്? പിളർപ്പുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഇനി രണ്ടാമതായി പറഞ്ഞ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും എന്തെന്ന്, അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു തന്നിരുന്നു, നമ്മളൊരു ബഹിരാകാശത്ത് പോയാൽ ഒരു മുസ്ലിം എന്ന നിലയിൽ അവൻ എന്തൊക്കെ ചെയ്യണം? ഉളു എടുക്കാനുണ്ട്, അവൻ നിസ്കാരം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതൊക്കെ അത്യാവശ്യമായ ഘടകമായിരുന്നു, അതൊക്കെ നമുക്ക് ചെയ്യണം.
അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അള്ളാഹു താല നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ പോലും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റ് മാനദണ്ഡങ്ങൾ നമുക്ക് അള്ളാഹു താല തന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണം, വെള്ളമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിസ്കരിക്കാൻ സ്പേസ് ഇല്ല, നിങ്ങൾ കാലുകുത്താൻ പറ്റില്ല, എന്താണ് ചെയ്യേണ്ടത് ഒക്കെ അള്ളാഹു താല പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതിലൂടെയൊക്കെ അള്ളാഹു താലയ്ക്ക് അറിയാം നാളെ എന്താണ് മനുഷ്യൻ നടത്തുന്നത്, അവൻ എന്തൊക്കെ കണ്ടുപിടിക്കപ്പെടും, അവൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇതൊക്കെ അള്ളാഹു താല മുൻകൂട്ടി എല്ലാം അള്ളാഹു അറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു താല എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി എത്തിച്ചു തന്നതും ഈ ഒരു കാര്യങ്ങളുടെ മാനദണ്ഡങ്ങൾ സഹിതം എല്ലാം നമുക്ക് വ്യക്തമാക്കി തന്നതൊക്കെ. നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ അസിലെത്തി നിൽക്കുന്നത് അള്ളാഹിലേക്കാണ്. കാരണം അള്ളാഹിൻ്റെ ഖുദ്റത്ത് എന്നല്ലാതെ നമുക്ക് ഇതിനെയൊക്കെ മറ്റൊരു പേരിട്ട് വിളിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, ലോകത്തിൻ്റെ വേൾഡിനെ നമ്മൾ ബഹിരാകാശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ബഹിരാകാശത്ത് നോക്കുമ്പോൾ വേൾഡിൽ ഏറ്റവും പേളായിട്ട് നിൽക്കുന്ന ഭാഗം, ഏറ്റവും പ്രകാശിച്ച് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പോലും എന്താണ്, മക്ക കഅബ സ്ഥിതി ചെയ്യപ്പെടുന്ന ഭാഗമാണെന്ന്. എത്ര അത്ഭുതകരമാണ് നമ്മൾ ചിന്തിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മക്ക എന്നാണ് കഅബ അത്രത്തോളം പരിശുദ്ധമാക്കി അള്ളാഹിൻ്റെ ഭവനമാക്കി മാറ്റിയതുണ്ടെങ്കിൽ അത് അത്രത്തോളം പവിത്രമായതുകൊണ്ടാണ്. നമുക്കിതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹു ഇട്ട് തന്നിരിക്കുകയാണ് നമുക്ക്. അള്ളാഹു തആല അവൻ്റെ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ഭൂമി ഞാൻ വിശാലമാക്കി തന്നു, നിങ്ങൾ സഞ്ചരിക്കണം, എൻ്റെ നിഅമത്തുകളെ കാണണമെന്ന്. ഇതൊക്കെ എന്തിനാണ്? അള്ളാഹു തആലയെ മനസ്സിലാക്കണം, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുമ്പോഴും പല ആളുകളും പലതും നിഷേധിക്കപ്പെട്ടിട്ട് പോലും ഇന്നും എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിൻ്റെ ഒരു ടച്ച് നമുക്ക് ഏതൊരു വിഷയത്തിലും നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുവാണ്. ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. ശുക്രാൻ ജസാക്കമുല്ലാഹ്.